നിക്ഷേപ തട്ടിപ്പ് കേസിൽ തിരുവല്ലയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഇ.ഡി. റെയ്ഡ്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്ന സ്ഥാപനം കൂടിയാണ് ഇത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ആയിരക്കണക്കിന് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിച്ച കേസിൽ അന്വേഷണം നേരിടുന്ന സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്. സ്ഥാപനത്തിനെതിരെ പോലീസിന്റെയും ഇ.ഡിയുടെയും കേസുകൾ നിലനിൽക്കുന്നു. ഇന്ന് രാവിലെ മുതലാണ് സ്ഥാപനത്തിന്റെ തിരുവല്ലയിലെ ഓഫീസിൽ ഇ.ഡി. റെയ്ഡ് ആരംഭിച്ചത്. സ്ഥാപന ഉടമ N.M. രാജുവിനെയും കുടുംബത്തെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇവർ ജാമ്യത്തിലിറങ്ങി. കേരള കോൺഗ്രസ് എം മുൻ സംസ്ഥാന ട്രഷററും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്നു N.M. രാജു. അതേസമയം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരും ഈ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപം നടത്തിയിരുന്നതായി വിവരം പുറത്തുവന്നിരുന്നു. സ്വർണ്ണക്കവർച്ച കേസിൽ ഇ.ഡി. അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ഈ കേസിലെ വിവരശേഖരണവും നെടുമ്പറമ്പിൽ നിന്ന് നടത്തിയേക്കും. നിക്ഷേപ തട്ടിപ്പ് പുറത്തുവന്നിട്ടും പണം പിൻവലിക്കാനോ പരാതി നൽകാനോ തന്ത്രി തയ്യാറാകാതിരുന്നത് ആരോപണങ്ങൾക്ക് കാരണമായിരുന്നു. ആന്റോ ആന്റണി MP 2.5 കോടി രൂപ സ്ഥാപന ഉടമയിൽ നിന്ന് കൈപ്പറ്റിയെന്ന് CPM നേതാക്കളും ആരോപണം ഉന്നയിച്ചിരുന്നു. ജനം, പത്തനംതിട്ട.